യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് സ്തുതി. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചന ഭാഗം, എന്നാൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്നോടുള്ള അവൻ്റെ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. എന്നാൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്നോടുള്ള അവൻ്റെ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നമ്മുടെ എന്ത് അവസ്ഥയിലാണെങ്കിലും അത് ദൈവകൃപയാലാണ്. നമ്മൾ നല്ല സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭക്തി മാർഗത്തിൽ നമ്മൾ ചരിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കൃപയാലാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ നോക്കിയാൽ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ഭവനം, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ സമാധാനം, നമ്മുടെ സന്തോഷം, നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥകൾ, നമുക്കുള്ള ബ്ലെസ്സിങ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോരമാണ്. വെറുതെ നമ്മൾക്ക് കിടക്കയിൽ നിന്ന് എണീറ്റ് നടക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് അല്ലേ? ഈ കാഴ്ചയില്ലാത്ത എത്ര പേര് ഈ ഭൂമിയിലുണ്ട്. അതുപോലെ ചെവി കേൾക്കാൻ പറ്റാത്തവർ എത്ര പേരുണ്ട്. സംസാരിക്കാൻ പറ്റാത്ത എത്ര പേരുണ്ട്. നമ്മളിതൊക്കെ വി ആർ ടേക്കിംഗ് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ പരാതി പറയുന്നതിന് പകരം കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചോർത്ത്, നമ്മുടെ കുറിച്ചോർത്ത് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. അനുഗ്രഹങ്ങളെ ഒരിക്കലും നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്നോടുള്ള അവൻ്റെ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. പലപ്പോഴും ഈ പാപാവസ്ഥയിലിരിക്കുന്നവനും ഈ വചനം വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ പണ്ട് ഞാൻ ഓർക്കുന്നു, ഞാനൊരു ബാംഗ്ലൂർ സെയിൻറ്റ് ആൻ്റണീസ് പ്രയറി, കോരമംഗലം സൈഡിൽ. അപ്പോൾ അവിടെയാണ് ഞാൻ കൺഫെഷനൊക്കെ പോവുക. ഇപ്പോഴും അവിടെ അച്ഛന്മാരുണ്ടാവും. അപ്പോൾ ഒരച്ഛൻ എന്നോടൊരു ഉപമ പറയുക. ഒരു പാവം ഞാൻ പല പ്രാവശ്യം കുമ്പസാരിച്ച് അച്ഛനോട് പറഞ്ഞു അത് ഉപേക്ഷിച്ച് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. പലപ്പോഴും എനിക്ക് കുമ്പസാരത്തിലുള്ള വിശ്വാസം തന്നെ പോകുന്നു. കാരണം ഓരോ കുമ്പസാരം കഴിയുമ്പോഴും നമ്മൾ പറയുന്നത് ഇനി ഈ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് കുമ്പസാരം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു ഉപമയുണ്ട്. അതായത് നിങ്ങൾ വെള്ളത്തിൽ വീണു മുങ്ങി താഴാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ എന്താണ് ചെയ്യുക? നീന്തി കരയിലേക്ക് കയറാൻ നോക്കുമോ, അതോ വെറുതെ സഹായകൻ എത്തുന്നത് വരെ വെറുതെ പൊങ്ങിക്കിടക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമോ? ഏതാണ് ഉചിതം? അപ്പം അതിനകത്ത് ഉചിതമായ പ്രവൃത്തി സഹായകൻ വരുന്നത് വരെ വീണ്ടും താന്നു പോകാതെ ആ ഒരു അവസ്ഥയിൽ വെള്ളത്തിൽ ഉയർന്നു കിടക്കുക, അല്ലെങ്കിൽ നമ്മൾ നീന്താൻ ശ്രമിച്ചാൽ, നമ്മൾ സ്വന്തം രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തളർന്നു പോകും, നമ്മൾ മുങ്ങിപ്പോകും. അത് മാരകമായിരിക്കും. പക്ഷേ സഹായകൻ
എത്തുന്നത് വരെ സഹായകൻ്റെ സഹായം അപേക്ഷിച്ച് പൊങ്ങിക്കിടക്കുവാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തക്ക സമയത്ത് സഹായകൻ വന്ന് നമ്മളെ രക്ഷിക്കും. കാരണം നമ്മൾ തന്നെ നമ്മളെ രക്ഷിക്കാൻ നോക്കിയാൽ പിന്നെ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും അത് ദൈവത്തിന് അറിയാം. അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ചിലപ്പോൾ ഒരു പാഠങ്ങളൊക്കെ നമ്മൾ പരീക്ഷകളൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കാനായിരിക്കും. അപ്പോൾ സ്വയം നീന്തി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ ദൈവത്തിനായി സഹായകനായി നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്നോടുള്ള അവൻ്റെ കൃപ നിഷ്ഫലമായിട്ടില്ല. അവൻ വരിക തന്നെ ചെയ്യും. ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, പാപമില്ലാത്തവൻ ഒരുവനേയുള്ളൂ. എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ കൃപയാൽ അതിൻ്റെ തോത് കുറയുമായിരിക്കും, കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും വചനധ്യാനത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ നമ്മിൽ നിലനിർത്തിയാൽ നമുക്ക്, എന്നിട്ട് നമ്മുടെ ജീവിതം തന്നെ കർത്താവിനെ ഭരമേൽപ്പിച്ചാൽ കർത്താവിനോടൊപ്പം നമുക്ക് നമ്മുടെ പാപാവസ്ഥകളോട് പടവെട്ടി സമാധാനത്തോടും സന്തോഷത്തോടും വിനയത്തോടും ആ കർത്താവിലുള്ള ആ സന്തോഷവും സമാധാനവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇവിടെ പറയുന്നത്, നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും ഇറ്റ് ഈസ് ഓക്കെ. എന്നാൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. നമ്മുടെ ജീവിതം തന്നെ, നമ്മളെ സൃഷ്ടിച്ചത് തന്നെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് കർത്താവിനെ ഭരമേൽപ്പിക്കാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിലാണ്. അവൻ നമ്മളെ രക്ഷിച്ചുകൊള്ളും. ആമേൻ.